ആറ്റിങ്ങിൽ കഴിഞ്ഞ തവണ 38,000-ലധികം വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് ജയിച്ചത്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഇപ്രാവശ്യം ഏതാണ്ട് 1,000 വോട്ടാണുള്ളത്. അതിച്ചിരി കൂടുതലല്ലേ? അത് തന്നെ ഇപ്പോൾ ഒരു ബൂത്തിലെ അല്ല ഒരു ടേബിളിലെ വോട്ട് എണ്ണാനുണ്ട്. കണ്ടോ എന്തിനുണ്ട് അച്ഛനൊരു ന്യായീകരണം. അത് മെഷീൻ തകരാറായതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് 1000 വോട്ടിന് പുറത്തു വന്നതുകൊണ്ട് ആ കേടായ മെഷീൻ എണ്ണാൻ പറ്റില്ലെന്നാണ്. ഏതടിസ്ഥാനത്തിലാണെങ്കിലും പിന്നെ അടൂർ പ്രകാശിന്റെ വിജയം ആണെങ്കിൽ അത് അംഗീകരിക്കുകയാണ്. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ. പക്ഷെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു വാശിയോടുകൂടി എന്നോടൊപ്പം നിന്നു എന്നുള്ളത് വാസ്തവമാണ്. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. കേരളത്തിലെ പൊതു സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിടിച്ചു നിൽക്കാൻ ഇടതുപക്ഷത്തിന് ആറ്റിങ്ങലിൽ സാധിച്ചു എന്നുള്ളതാണ്. BJP വോട്ട് ഇത്തവണ വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണയേക്കാൾ. അത് ആരുടെ പോയതെന്നുള്ള കാര്യം രണ്ടു കൂട്ടരുടെ LDFന്റെയും UDFന്റെയും ഭാഗത്തുനിന്ന് വോട്ട് BJPക്ക് പോയിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് ഏതെല്ലാം ബൂത്തുകളിലാണ് എങ്ങനെയാണ് പോയിട്ടുള്ളതെന്നതിനെ സംബന്ധിച്ച് ഒരു പരിശോധന നമുക്ക് അതിൻ്റെ ടോട്ടൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നതാണ്.